ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം വിജയകരമായി പുരോഗമിക്കുന്നു. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. 2027 ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ഗസറ്റ് വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു. ദുരന്ത നിവാരണ മേഖലയിൽ ഇന്ത്യയെ ആഗോള ശക്തിയാക്കുന്നതിൽ രാജ്യത്തെ ദുരന്ത പ്രതികരണ സേനകൾ നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതികൾ. ഇസ്രായേൽ ഇറാൻ സംഘർഷം 4ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. മിസൈൽ ആക്രമണത്തിൽ ഇരുപക്ഷത്തും വ്യാപക നാശനഷ്ടങ്ങൾ. വാർത്തകൾ വിശദമായി. സൈപ്രസുമായുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി സൈപ്രസിലെ ലെമസോസിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാരിടൈം രംഗം, തുറമുഖ വികസനം, കപ്പൽ മേഖല എന്നിവയുടെ പ്രോത്സാഹനത്തിനായി ഇന്ത്യ സ്വീകരിച്ചു വരുന്ന നയങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. യൂറോപ്പിലേക്കുള്ള ഇടനാഴിയായാണ് ഇന്ത്യൻ കമ്പനികൾ സൈപ്രസിനെ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷിപ്പിംഗ്, AI, സെമി കണ്ടക്ടർ, ഫിൻടെക് മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം സൈപ്രസ് കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. साइप्रस लंबे समय से हमारा विश्वसनीय पार्टनर रहा है और भारत में यहाँ से उल्लेखनीय निवेश भी हुआ है. कई भारतीय कंपनियों ने भी साइप्रस को यूरोप का गेटवे के रूप में ही देखा है. आज आपसी व्यापार $150 मिलियन पहुंच गया है, लेकिन हमारे रिश्तों की वास्तविक क्षमता इससे बहुत अधिक है. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡുലൈറ്റ്സുമായി പ്രധാനമന്ത്രി ഇപ്പോൾ ഉഭയകക്ഷി ചർച്ച നടത്തുകയാണ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ അല്പസമയം മുൻപ് എത്തിച്ചേർന്ന ശ്രീ മോദിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം കാനഡയിലെത്തും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വിദേശ പര്യടനത്തിന്റെ 3ാം പാദത്തിൽ ശ്രീ മോദി ക്രൊയേഷ്യ സന്ദർശിച്ച് ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 2027 ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ഗസറ്റ് വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഇതാദ്യമായാണ് രാജ്യത്ത് പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടപ്പാക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റലായാണ് നടക്കുക. 2027 മാർച്ച് 1 കണക്കെടുപ്പ് ആരംഭിക്കുക. മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 2026 ഒക്ടോബർ 1 നടപടിക്രമങ്ങൾ ആരംഭിക്കും. ദുരന്ത നിവാരണ മേഖലയിൽ ഇന്ത്യയെ ആഗോള ശക്തിയാക്കുന്നതിൽ രാജ്യത്തെ ദുരന്ത പ്രതികരണ സേനകൾ നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർമാരുടെയും ദുരന്ത പ്രതികരണ സേനകളുടെയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NDMA, NDRF, CDRI എന്നിവയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. हम सब जानते हैं कि जलवायु परिवर्तन और ग्लोबल वार्मिंग के कारण आज पूरा विश्व आपदाओं से चिंतित है, मगर हम सब के लिए आनंद का विषय है कि 10 साल के अंदर NDMA, NDRF और CDRI ये 3 संस्थाओं ने भारत को आपदा प्रबंधन के क्षेत्र में ग्लोबल लीडर बनाने के करीब ले जाकर खड़ा कर दिया. ये हम सब के लिए बड़ा आनंद का विषय. അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി സമിതിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ തയ്യാറാക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധനകൾ തുടരുകയാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടേതുൾപ്പെടെ 80 പേരുടെ മൃതദേഹങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗ പരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. 21 രാവിലെ 6:30 മുതൽ 7:40 വരെയായിരിക്കും പരിപാടികൾ.
ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ വിശാഖപട്ടണത്ത് പുരോഗമിക്കുകയാണ്. 5 ലക്ഷം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ചുവപ്പുകോട്ട, കർത്തവ്യപഥ് തുടങ്ങി ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സംസ്ഥാനത്തുടനീളം വൻതോതിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ചും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനം നിരോധിച്ചു. മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. കണ്ണൂരിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ ഒട്ടേറെ വീടുകൾക്ക് കേടുപറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തളിപ്പറമ്പിൽ വീടിന് മുകളിൽ തെങ്ങുവീണ് 4 പേർക്ക് പരിക്കേറ്റു. കൊളച്ചേരി, ചേലേരി, മയ്യിൽ എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞും മറ്റും വീടുകൾക്ക് കേടുപറ്റി. ചെറുപുഴ, കാര്യാങ്കോട് പുഴ കരകവിഞ്ഞൊഴുകിയതോടെ കൃഷിയിടങ്ങളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചപ്പാരപ്പടവ്, രയരോം പുഴകൾ കവിഞ്ഞൊഴുകുകയാണ്. ഇരിട്ടി, ഉളിക്കൽ മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 13 തുറന്നു. ഇതോടെ വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കാസർഗോഡ്, ഉപ്പള, നീലേശ്വരം, പത്തനംതിട്ട, മണിമലയാർ തുടങ്ങിയ നദികളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ശിരുവാണി ഡാമിന്റെ ഷട്ടർ 150 സെന്റിമീറ്റർ ഉയർത്തി. ശിരുവാണിപ്പുഴ, ഭവാനിപ്പുഴ എന്നിവയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 3ാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്നു മുതൽ നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. താൽക്കാലിക പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമുണ്ടായിരിക്കില്ല. സ്പോർട്സ് കോട്ടയുടെ അവസാന അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കും. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാം. ഇസ്രായേൽ ഇറാൻ സംഘർഷം 4ാം ദിവസത്തിലും രൂക്ഷമായി തുടരുന്നു. ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ രഹസ്യ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേലി എണ്ണ ശുദ്ധീകരണശാലയും വൈദ്യുതി ഗ്രിഡും ലക്ഷ്യമിട്ട് ഇന്ന് പുലർച്ചെ ഇറാനും ആക്രമണങ്ങൾ നടത്തി. സംഘർഷത്തിൽ ഇതുവരെ ഇസ്രായേൽ 20 പേരും ഇറാനിൽ 220-ലധികം പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. ഇസ്രായേലും സംഘർഷം ലഘൂകരിക്കാൻ താൽപര്യമില്ലെന്ന നിലപാട് തുടരുകയാണ്. അതേസമയം ഇസ്രായേലിന് പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം നൽകിയാൽ മേഖലയിലെ US, UK, ഫ്രഞ്ച് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. സംഘർഷം കൂടുതൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ ലോകരാജ്യങ്ങൾ നയതന്ത്ര നീക്കങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സുരക്ഷാ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായും ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. ചില വിദ്യാർത്ഥികളെ എംബസി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രായേലിലെ ഇന്ത്യൻ സമൂഹവുമായും സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായി ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. UK രഹസ്യാന്വേഷണ ഏജൻസി MI6ന്റെ 18ാമത് മേധാവിയായി ബ്ലെയ്സ് മെട്രവിലി ചുമതലയേൽക്കും. ഇതാദ്യമായാണ് ഏജൻസിയുടെ തലപ്പത്തേക്ക് ഒരു വനിതയെത്തുന്നത്. നിലവിലെ മേധാവി റിച്ചാർഡ് മൂറിന്റെ ഔദ്യോഗിക കാലാവധി പൂർത്തിയായ ശേഷം ഈ വർഷം അവസാനത്തോടെയാണ് ബ്ലെയ്സ് മെട്രവിലി ചുമതലയേൽക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 650 പോയിന്റ് നേട്ടത്തിൽ 81,768-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 216 പോയിന്റ് നേട്ടത്തിൽ 24,934-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം വിജയകരമായി പുരോഗമിക്കുന്നു. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 2027 ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ഗസറ്റ് വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു. ദുരന്ത നിവാരണ മേഖലയിൽ ഇന്ത്യയെ ആഗോള ശക്തിയാക്കുന്നതിൽ രാജ്യത്തെ ദുരന്ത പ്രതികരണ സേനകൾ നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന്. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതികൾ.
ഇസ്രയേൽ ഇറാൻ സംഘർഷം 4ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. മിസൈൽ ആക്രമണത്തിൽ ഇരുപക്ഷത്തും വ്യാപക നാശനഷ്ടങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.